യുഡിഎഫിലെ ചേരിപ്പോര് കാരണം പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായി സിപിഎം സ്ഥാനാർത്ഥി വള്ളൂരാൻ മുഹമ്മദ് ഹനീഫ തെരഞ്ഞെടുക്കപ്പെട്ടു. പെരിന്തൽമണ്ണ താലൂക്കാണ് പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യൂണിയന്റെ പരിധി. സർക്കിൾ സഹകരണ യൂണിയന്റെ ചെയർമാനായി സിപിഎമ്മിലെ വി മുഹമ്മദ് ഹനീഫ തെരഞ്ഞെടുക്കപ്പെട്ടു. മുസ്ലിം ലീഗ് നേതാവും വെട്ടത്തൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ എം സൈദലവിയെ 5-നെതിരെ 6 വോട്ടുകൾക്കാണ് വി മുഹമ്മദ് ഹനീഫ പരാജയപ്പെടുത്തിയത്. 13-അംഗ ഭരണസമിതിയിൽ 6 സിപിഎം, 5 മുസ്ലിം ലീഗ്, 2 ഉദ്യോഗസ്ഥ പ്രതിനിധികൾ എന്നിവരാണുള്ളത്. മുസ്ലിം ലീഗ് ഉദ്യോഗസ്ഥ പ്രതിനിധികൾ തിങ്കളാഴ്ച നടന്ന ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല. അതോടെ സിപിഎമ്മിലെ വി മുഹമ്മദ് ഹനീഫ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സിപിഎം പാനലിലുള്ള 6 പേരും നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 11 അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. ശേഷിക്കുന്ന 5 സ്ഥാനങ്ങളിലേക്ക് ജൂലൈ 9-ന് നടന്ന തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാനലിലെ 5 പേരാണ് വിജയിച്ചത്. യുഡിഎഫിലെ അനൈക്യം കാരണം കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരുന്നു. കോൺഗ്രസിന് അർഹമായ സ്ഥാനം നൽകാൻ മുസ്ലിം ലീഗ് തയ്യാറാവാത്തത് കാരണമാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതെന്ന് നേതാക്കൾ പറഞ്ഞിരുന്നു. ഇതിനെതിരെ മുസ്ലിം ലീഗ് നേതാക്കളും പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു. പ്രശ്നങ്ങൾ തീരുമെന്ന് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ പറഞ്ഞതാണ്. എന്നാൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മറിച്ചായിരുന്നു ഫലം. സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിക്ക് പെരിന്തൽമണ്ണ സർക്കിൾ സഹകരണ യുഡിഎഫ് ചെയർമാൻ സ്ഥാനം ഇല്ലാതെയായി. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനായി തിരഞ്ഞെടുത്ത വള്ളൂരാൻ മുഹമ്മദ് ഹനീഫ പെരിന്തൽമണ്ണ അർബൻ സഹകരണ ബാങ്ക് ഡയറക്ടറും സിപിഎം പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റി അംഗവുമാണ്. താഴേക്കോട് പഞ്ചായത്ത് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.